ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നതാണ് ശുചീന്ദ്രം സ്ഥാണുമാലയൻ ക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്നൊരു റീഡിങ് എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഇത് ത്രിമൂർത്തികളുടെ അമ്പലമാണ്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒരുമിച്ചിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ചുരുക്കം അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, ത്രിമൂർത്തികളുടെ അമ്പലം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു എനർജിയിൽ നമുക്കൊരു റീഡിങ് എടുക്കാം. ഇതിൻ്റെ അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കാരണം ഇവിടെ കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് കുറേ ഇത് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് റീഡിങ് എടുക്കാം. എടുത്തതിന് ശേഷം ഞാൻ അവസാനം ബാക്കി പറഞ്ഞുതരാം. ഇതിൽ ഈ ഒരു സമയം ത്രിമൂർത്തികൾക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അത് നമുക്ക് നോക്കാം. എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റ് വിത്ത് സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പം എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനിത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു സമയം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫോഴ്സ്ഫുള്ളി വേണ്ടെന്ന് പറയേണ്ട ഒരു സമയമല്ല, ഒരു കാര്യമല്ല. നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. ഇപ്പോൾ രണ്ടാമത് കിട്ടിയത് സ്ട്രഗ്ലിംഗ് ഫേസ് ഈസ് എബൌട്ട് ടു കംപ്ലീറ്റ് ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എൻഡ് ആവണം, അതുകൊണ്ടാണ് നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്ന നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം, അതിന് ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണത്. ഇനി അടുത്ത കാർഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 3 കാർഡുകളും കൂടി വെച്ചിട്ട് നോക്കാം. ഇതിൽ നോക്കട്ടെ എന്താണ് ട്രസ്റ്റ് ഈസ് നീഡഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ഇതൊരു പ്രോസസ്സാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ അത് ഈ ഒരു സമയം നടക്കുന്നു, അത് ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമേ ഇല്ല, അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണോ നടക്കുന്നത് അത് എനിക്ക് വേണ്ട, പറ്റില്ല, എനിക്ക് എന്തിനു വന്നു എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ആദ്യം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ ഇമോഷണലി അങ്ങ് ഒരു ഡൗൺ ആയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അതൊരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെന്ത് തന്നെ ആവട്ടെ, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, നിങ്ങളുടെ കരിയറിലെ പ്രശ്നങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. അത് എനിക്ക് പറ്റൂല, എനിക്ക് എന്തിനു വന്നു, നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത് വന്നത്, ഞാൻ എങ്ങനെ സഹിക്കും, ഇതെനിക്ക് താങ്ങാൻ പറ്റണില്ല എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം വന്നത്. അപ്പോൾ ആ ഒരു കാര്യം ജീവിതത്തിൽ നിന്ന് മാറിപ്പോണുണ്ട്. അതാണ് സ്ട്രഗ്ലിംഗ് ഫേസ് ഈസ് എബൌട്ട് ടു കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത് കംപ്ലീറ്റ് ആകുന്നു, പക്ഷേ ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് തീരാതിരിക്കുന്നൊരു സിറ്റുവേഷൻ അല്ല. ഈ ഒരു കാര്യം മാറാതിരിക്കില്ല, മാറിപ്പോകും. പക്ഷേ നിങ്ങളത് പഠിക്കണം. പൂർണ്ണമായിട്ടും നിങ്ങൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ, നമ്മളുടെ നമ്മൾ വിചാരിക്കും ഇത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ നമ്മൾ കുറേ കർമ്മ ചെയ്തിട്ട് വന്ന ആൾക്കാരാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഭഗവാനെ വിശ്വസിച്ചാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ എൻഡായി പോവുള്ളൂ. അത് ചിലപ്പം
നിങ്ങൾക്ക് ഒത്തിരി വേദന തരുന്നുണ്ടായിരിക്കാം, സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. അതിൽ വേറൊന്നുമല്ല, നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലേ അത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കുക എന്നാണ് ഈ ഒരു സമയം നിങ്ങളോട് ഭഗവാൻ പറയുന്നത്, ത്രിമൂർത്തികൾ പറയുന്നത്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. കന്യാകുമാരി ദേവിയായിട്ടുള്ള ഒരു ബന്ധമൊക്കെ പറഞ്ഞുതരാം. ഇതിൽ ഇവിടെ ഒരു ഇത് രഥമാണ് കേട്ടോ, രഥമാണിത്. ഈ അമ്പലത്തിലെ രഥം തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും രഥങ്ങളുണ്ട് കേട്ടോ. മൂകാംബികയിലും അത് കാണുന്നുണ്ട്. കുറേ അമ്പലങ്ങളിൽ ഇങ്ങനെ രഥം ഉണ്ട്. അത് രഥോത്സവങ്ങളാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പഴയ ഒരു വളരെ വളരെ പുരാതനമായൊരു അമ്പലമാണേ. ഇത് ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കും അത് താല്പര്യമില്ല. അതിൻ്റെ പുറത്തും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി നിന്ന് റോഡിൻ്റെ അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുണ്ട്. അപ്പം നമ്മളത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ആ മുറ്റത്തൊക്കെ നിന്ന് എടുക്കാതിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. വലിയതാണ്. ഇവിടെ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ നടുക്ക് ഒരു കൽമണ്ഡപം ഉണ്ട്. ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കൽമണ്ഡപം. അപ്പോൾ ഇത് ഈ കുളത്തിനകത്ത് സ്റ്റില്ലായിട്ട് നിൽക്കുന്നതാണ് മണ്ഡപം. അപ്പം നമ്മളുടെ ജീവിതം പോലെയാണ് എന്നുള്ളതാണ്. പുറത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് നല്ല പച്ച കളറിലുള്ള വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധിയായിട്ടാണ് തോന്നുന്നത് നമുക്ക്. ഇത് നടുക്കാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ ഏകദേശം നടുക്കായിട്ടാണ് ഈ ഒരു മണ്ഡപം നിൽക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ഈ വെള്ളം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ആ നടുക്കുള്ള മണ്ഡപം പോലെ നമ്മളുടെ സോള് സ്റ്റില്ലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ പുറത്തുള്ള ഒരു കാര്യത്തിലും അല്ല, നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ സോള് സോൾ ഒരിക്കലും പരിവർത്തനം ചെയ്യണില്ല കേട്ടോ. പരിവർത്തനം നടത്തുന്നില്ല ആത്മാവ്. അത് സ്റ്റില്ലായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ട് പറയാം. അപ്പോൾ നമ്മളുടെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിൽ ഈ മണ്ഡപം പറയുന്നത് ഇത് മൊത്തം ഇത് വെള്ളത്തിന് ഏകദേശം നടുക്ക് നിൽക്കുന്നൊരു കാര്യമാണ്. പുറത്ത് എന്തൊക്കെ തിരമാലകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് ആ നടുക്ക് നിൽക്കുന്ന മണ്ഡപം അത് സ്റ്റില്ലാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ സോളാണ് കേട്ടോ. സോളിന് എപ്പോഴും ഒരു സ്റ്റിൽനെസ്സാണുള്ളത്. അതിന് ഭയമോ വെറുപ്പോ അങ്ങനെയുള്ള ഒരു വികാരങ്ങളും ഇല്ല. പക്ഷെ പുറത്തുള്ള ഈ ഇമോഷൻ, വെള്ളം എന്ന് വെച്ചാൽ ഇമോഷനാണല്ലോ. അപ്പോൾ അതുമായി ശരിക്കും കണക്റ്റഡ് ആണ്. നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഉള്ളിൽ ഉള്ള ആത്മാവിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. പിന്നെ ഇതിൽ വേറൊരു കഥയുണ്ട്. ഇന്ദ്രൻ ശുദ്ധീകരണത്തിന് വന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ. ഇത് ഇന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയെ ഇഷ്ടപ്പെട്ട ഇന്ദ്രൻ, അറിയാലോ ഒരു കഥ, ഇന്ദ്രൻ വേഷം മാറി വന്നു അഹല്യയെ പ്രാപിച്ചു എന്നും അങ്ങനെയുള്ളൊരു കഥ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഗൗതമ മഹർഷി ഇന്ദ്രനെ ശപിച്ചു. അപ്പോൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് പറയുന്നത്.
ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ ഇവിടെ വന്നാണ് ശാപമോക്ഷം കിട്ടിയത്. അതുകൊണ്ടാണ് ശുചീന്ദ്രം, ഇവിടെ വന്നാൽ ശുചിയാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റണത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യും. നമ്മൾ അറിയാതെയും തെറ്റ് ചെയ്യും, അറിഞ്ഞുകൊണ്ടും തെറ്റ് ചെയ്യും. അപ്പോൾ പല ആൾക്കാരും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കും. അതിനൊരു എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടുമായിരിക്കും. അത് ഞാൻ പറയുന്നതാണ്, എനിക്ക് തോന്നിയതാണ് കേട്ടോ. കാരണം ഇന്ദ്രനെ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു തെറ്റ് ചെയ്തത്. ഇന്ദ്രൻ അവിടെ വരുമ്പം ശാപമോക്ഷം കിട്ടാമെങ്കിൽ നമ്മൾ മനുഷ്യരായ നമ്മളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അവിടെ വന്ന് പിന്നീട് തെറ്റ് ചെയ്തു പോയതിന് ശേഷം നമുക്ക് ഞാൻ ചെയ്ത തെറ്റായി പോയി, അതിനൊരു ശാപമോക്ഷം വേണം എന്ന് വിചാരിച്ച് നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പറ്റുമെന്നുള്ളവരൊന്ന് ചെയ്തോട്ടാ. പിന്നെ ഈ കൽമണ്ഡപം എന്ന് പറയുന്നത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തിരമാലകൾ പുറത്തുണ്ടെങ്കിലും അത് കണ്ട അത് ഒരു അനക്കം ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മളുടെ ആത്മീയ ശക്തി. അപ്പോൾ പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലെ ആ ഒരു ശക്തിക്ക് ഒരു ഇളക്കവും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്കിപ്പം നിങ്ങളോട് മെസ്സേജായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലവും പ്രത്യേകിച്ചും ഈ ഒരു അമ്പലക്കുളവും ഇവിടെ വന്നിരിക്കുമ്പം നല്ല ഒരു പീസ്ഫുൾ എനർജിയാണ്. നമുക്ക് വളരെ ശാന്തത തോന്നും. ഇവിടെ ആ ഒരു കൽമണ്ഡപമൊക്കെ നോക്കിയിട്ട് വൈകുന്നേരം ഇവിടെ ഇരിക്കണം. നമ്മളത് വൈകുന്നേരം ഇരിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും അവിടെ പോയി വൈകുന്നേരം ഒന്ന് അവിടെ ഇരിക്കണം എന്ന്. പോകാൻ പറ്റുമെന്നുള്ള ആൾക്കാർ കന്യാകുമാരി പോകുമ്പം ഈ ശുചീന്ദ്രം അമ്പലവും കൂടി ഒന്ന് നിങ്ങളൊന്ന് ഇവിടെ സന്ദർശിക്കണം കേട്ടോ. ഇവിടെ ശിവഭഗവാൻ കന്യാകുമാരി ദേവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി. പക്ഷേ ദേവകൾ കോഴിയെ കൊണ്ട് കൂവിച്ചു എന്നാണ് പറയണത്. നേരം വെളുത്തുനിന്ന് വിചാരിച്ച ഭഗവാൻ തിരിച്ചുപോയി, കല്യാണം നടത്തില്ല. ദേവി നിത്യകന്യകയായിട്ട് കന്യാകുമാരിയിൽ തന്നെയുണ്ട്. കാരണം ദേവി കല്യാണം കഴിച്ചു പോയാൽ ദേവി എന്തിനാണ് വന്നത്? അപ്പോൾ ആ ഒരു ലക്ഷ്യം മറന്നു പോകത്രേ. അതുകൊണ്ടാണ് ദേവി കല്യാണം ദേവന്മാർ തന്നെ മുടക്കി എന്നാണ് പറയണത്. അങ്ങനെ മുടക്കിയ കാര്യം മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ഇവിടെ വന്നത്. പക്ഷേ ദേവി വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മഹിഷാസുര വധത്തിനെ പറ്റില്ല. കന്യയ്ക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ കല്യാണം നടക്കാത്തത് എന്നുള്ളതാണ്. ദേവി ലോക നന്മയ്ക്കായിട്ട് തൻ്റെ ശക്തി വിനിയോഗിച്ചു. അപ്പോൾ അതാണ് കന്യാകുമാരി ദേവിയും ഇവിടെ ശുചീന്ദ്ര ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയാൽ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല, പറ്റിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ജീവിതത്തിലെ എന്തൊക്കെയാണ് നടന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇതൊക്കെ ഓരോ സിമ്പിൾസ് ആണല്ലോ. നമ്മൾ ഇത്രയും വലിയ അമ്പലക്കുളത്തിന് ആ നടുക്കമായിട്ടുള്ള ഒരു കൽമണ്ഡപവും. അപ്പോൾ നിറയെ പ്രശ്നങ്ങളുണ്ട്. തിരമാലകളാണ് ജീവിതം മുഴുവൻ. അത് ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടേയിരിക്കും. വെള്ളം ഒരിക്കലും സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ കണ്ടില്ലേ, അത് ഇളകിക്കൊണ്ടാണ് നിൽക്കണം. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന മണ്ഡപത്തിന് ഒരു അനക്കവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതവും ഒക്കെ തോന്നും കേട്ടോ. നമുക്ക് ഭക്തി, സ്പിരിച്വാലിറ്റി അതിനൊക്കെ അതിൽ കൂടുതൽ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, ഈ യാത്രകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് ത്രിമൂർത്തികൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.